ഇന്റർനാഷണൽ ഫോക്ലോർ ചലച്ചിത്രമേളയിൽ ലോക സിനിമകൾക്കൊപ്പം പ്രദർശനം നടന്ന മലയാള ചിത്രം പ്രദർശനത്തിനൊരുക്കി. കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായ ജിംസിത് അമ്പലപ്പാടിന്റെ ഫോക്ലോർ സിനിമയായ നാട്യകലയുടെ പ്രദർശനമാണ് കോഴിക്കോട് കൈരളി തിയേറ്ററിൽ നടന്നത്. കലാസാംസ്കാരിക പ്രവർത്തകൻ വിൽസൺ സാമുവൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റർനാഷണൽ ഫോക്ലോർ ചലച്ചിത്രമേളയിൽ ലോക സിനിമകൾക്കൊപ്പം പ്രദർശനം നടന്ന മലയാള ചിത്രം നാട്യകലയുടെ പ്രദർശനം ചലച്ചിത്ര ആസ്വാദകർക്കായി കോഴിക്കോട് കൈരളി തിയേറ്ററിൽ നടന്നു. കേരള ചലച്ചിത്ര അക്കാദമിയും പാട്ടുകൂട്ടം കോഴിക്കോടും സംയുക്തമായാണ് സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായ ജിംസിത് അമ്പലപ്പാടിന്റെ ഫോക്ലോർ സിനിമയാണ് പ്രദർശനത്തിനൊരുക്കിയത്. നിരവധി നാടകങ്ങളും ഡോക്യുമെന്ററികളും ഫോക്ലോർ ഫിലിമുകളും സൃഷ്ടിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്യുന്ന ജിംസിത് കലാരംഗത്ത് സംവിധായകൻ, എഴുത്തുകാരൻ, ഗവേഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. 12 വർഷത്തിലേറെയായി കേരളത്തിന് പുറത്തും മുംബൈയിലും കൊൽക്കത്തയിലുമായി കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയും മലയാളി സമാജം, പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയവയിലെ പ്രവർത്തനത്തിലൂടെ കൊൽക്കത്ത പ്രവാസി മലയാളികൾക്കിടയിൽ സുപരിചിതനുമാണ് ഇദ്ദേഹം. സ്കൂൾ കാലഘട്ടം മുതലേ ഈ രംഗത്ത് ചെറിയ ചെറിയ അതായത് നാടകങ്ങളും കൂട്ടുകാരുമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് കോളേജിൽ വിട്ടതിന് ശേഷം പിന്നെ സിനിമാ മേഖലയായിട്ട് നമ്മുടെ മനസ്സിലൊരാഗ്രഹമായിട്ട് ഉണ്ടെങ്കിലും സിനിമാ മേഖലയായിട്ട് വലിയൊരു ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ ഇപ്പോൾ ചെറുപ്പത്തിൽ അതായത് ഈ പോസ്റ്ററുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതായത് ഇപ്പം നമ്മളൊരു പേര് ഒരു പോസ്റ്ററിലൊക്കെ വരുന്നൊരു മനസ്സിൽ കാണുന്നൊരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുനിൽകുമാർ ഇരുവള്ളൂർ. നമ്മളിങ്ങനെ ആ ഒരു ആഗ്രഹമായിട്ടുണ്ട് എന്നല്ലാതെ നമുക്കതിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു വിശ്വാസമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങളൊരു ഫോക്ലോർ ഫിലിം, അതായത് നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോക്ലോർ ഫിലിമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കലാരംഗത്തെ സംഭാവനകൾ മാനിച്ച് കേരളത്തിലും മുംബൈയിലും കൊൽക്കത്തയിലുമായി നിരവധി ആദരവുകളും അനുമോദനങ്ങളും ജിംസിത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള മാപ്പിള കലാ അക്കാദമിയുടെ മാപ്പിള ഫോക്ലോർ രംഗത്തെ സംഭാവനയ്ക്ക് 2023 സംസ്ഥാന പുരസ്കാരവും നാടൻ കലാമേഖലയിലെ പ്രവർത്തന മികവിന് കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ 2023 മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചു. കൂടാതെ സ്വന്തമായി പഠനം നടത്തി സംവിധാനം ചെയ്തു പുറത്തിറക്കിയ തെയ്യം, കളരിപ്പയറ്റ് തുടങ്ങിയ കലകളെ പ്രതിപാദിക്കുന്ന നാട്യകല എന്ന ഫോക്ലോർ സിനിമയ്ക്ക് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാർത്ഥികൾക്ക് പഠനയോഗ്യമായ ചിത്രം എന്ന് വിലയിരുത്തി കേരള പൊതുവിദ്യാഭ്യാസ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള മാപ്പിളകലാ അക്കാദമിയുടെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പഠന സിലബസിൽ പുറത്തിറങ്ങിയ കോൽക്കളിയെ സംബന്ധിച്ചുള്ള ഡോക്യുമെന്ററിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെയ്യം, കളരിപ്പയറ്റ് തുടങ്ങിയ കലകളെ പറ്റിയിട്ട്, കോൽക്കളി മുതലായ കലകളെ പറ്റിയിട്ട്, അതായത് പഠിക്കുന്നവർക്കും കുട്ടികൾക്കും ഈ ഗവേഷണം നടത്തുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ ഫിലിം ചെയ്തത്. ഇതിപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു അംഗീകാരങ്ങളെന്ന് വെച്ചാൽ, അതായത് ഇൻ്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ അത് തൃശ്ശൂർ വെച്ചാണ് നടന്നത്. അതിൽ 306 സിനിമകൾ, ലോക സിനിമകളിലടക്കം 306 സിനിമകൾ സെലക്ഷൻ വന്നതിൽ 61 സിനിമകൾ, ഇന്ത്യൻ സിനിമകളുണ്ടായിരുന്നു. അതിൽ 5 മലയാളം ചിത്രങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അതിലൊന്ന് ഞങ്ങളുടെ നാട്യകല എന്നൊരു ഫിലിമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചലച്ചിത്ര അക്കാദമിയും ഈ പാട്ടുകൂട്ടം കോഴിക്കോട് കൂടി സംയുക്തമായിട്ടാണ് ഇവിടെ കലാസ്വാദകർക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ പ്രദർശനം കൈരളി തിയേറ്ററിൽ ഒരുക്കിയത്. കലാസാംസ്കാരിക പ്രവർത്തകൻ വിൽസൺ സാമുവൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര അക്കാദമി പ്രോഗ്രാം കോർഡിനേറ്റർ നവീന വിജയൻ, നാട്യകല സിനിമയുടെ സംവിധായകൻ ജിംസിത് അമ്പലപ്പാട്, പാട്ടുകൂട്ടം സംഘാടകൻ ഗിരീഷ് അംബ്ര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. AC ന്യൂസ്, കോഴിക്കോട്.